ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, 8:30 ഉറക്കം ശരിയായിട്ടില്ല. ഇന്നത്തെ കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഫുഡാണല്ലോ മെയിൻ. ഭക്ഷണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ടൈം കഴിയും. അതുകൊണ്ട് ഞാൻ എണീക്കാനൊക്കെ മടിയായിരുന്നു. ഫുള്ള് ബോഡി പെയിനാണ്. ഇത്ര നടന്നതിൻ്റെ ആയിരിക്കും മേ ബി. സോ അതുകൊണ്ട് ഉറങ്ങി എണീക്കുമ്പോഴാണ് വേദന അറിയുന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ നന്നായിട്ട് വേദന അറിയുന്നുണ്ട്. ഞാൻ ഈ താറാവൊക്കെ നടക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. അത് കുഴപ്പമില്ല, മാറിക്കോളും. അപ്പോൾ 8:30 ഇപ്പം ടൈം. രാവിലെ എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവും. അത് കഴിഞ്ഞ് തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് റെഡി ആവണം. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും എനിക്കൊന്ന് ഒതുങ്ങിയൊരു സ്ഥലത്ത് ഇരിക്കണം. കുറച്ച് എഡിറ്റൊക്കെ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഞാനൊന്ന് ഫുൾ സൈക്കോ മോഡിലായിരിക്കും. അപ്പോൾ നമുക്ക് എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് റെഡിയായി പുറത്തോട്ട് ഇറങ്ങാം. ബിക്കോസ് ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഇന്നലത്തെ ഷൂട്ടിൻ്റെ കുറച്ച് വിഷ്വൽസ് നോക്കാനായിട്ട് പോകണം. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടി ഉണ്ടാവും. സോ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും നോക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഷൂട്ട് ഞാനിവിടെ ഉണ്ടാവില്ല, പോവും. അതുകൊണ്ട് ഇത് കൺഫേം ആക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോകണം എനിക്കതിന്. എത്ര മണിക്ക് ഇറങ്ങണം എന്നറിയില്ല, നോക്കാം. അത് കഴിഞ്ഞിട്ട് അതാണ് ഇന്നത്തെ മെയിൻ കാര്യം. ഇന്ന് കറങ്ങാനോ നിങ്ങളെ ദുബായ് കാണിക്കാനൊക്കെ സമയം കിട്ടുമോ എന്നറിയില്ല, നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് എനിക്ക് ഇന്നലെ 1-2 സാധനങ്ങളല്ലേ മേടിച്ചുള്ളൂ. അപ്പോൾ ബാക്കി ഷോപ്പിങ്ങും കൂടെ ചെയ്യണം. ചോക്ലേറ്റ്സൊക്കെ കുറച്ച് മേടിക്കണം. അപ്പം അതിനൊരു ഈവനിങ് ആകുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതിയല്ലോ, അവിടെ പോവാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ദുബായ് ഫ്രെയിമിൽ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദുബായ് ഫ്രെയിം ചെറുതായിട്ട് കാണാം. പക്ഷേ ഈ മിറർ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ക്യാമറയിൽ അത് ഫോണിൽ വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ദുബായ് മോളിലൊന്നും പോകണം. ദുബായ് മോളും പോട്ടെ, ടൈം കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ദുബായ് ഫ്രെയിമിലൊന്ന് പോകണം. എനിക്ക് മോസ്റ്റ്ലി രാത്രിയാണ് ടൈം കിട്ടാൻ ചാൻസ്. പക്ഷേ രാത്രി അവിടേക്ക് എൻട്രി ഇല്ല, പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരത്തിനുള്ളിൽ ടൈം കിട്ടുമോ നോക്കട്ടെ. ടൈം കിട്ടുമെങ്കിൽ എനിക്കൊന്ന് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം കുറച്ചും കൂടെ ഒരു എനർജി ഉണ്ട്. ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ ഒട്ടകത്തിൻ്റെ പാലാണോ? ബിക്കോസ് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അതെ, പാലിന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഞാൻ കോഫിയും ട്രൈ ചെയ്ത് നോക്കി, ചായയും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പാല് മാത്രമായിട്ട് കുടിച്ചില്ല. സോ ഇപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കി, എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒട്ടകത്തിൻ്റെ പാല് തന്നെ ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ? ഇവിടെ വേറെ പശുവൊന്നുമില്ലായിരിക്കും, ഹൂ നോസ്. അപ്പോൾ ഞാനെന്തായാലും കുറച്ചൊക്കെ ജിൽ എനർജി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് റെഡിയാവാൻ കയറാം. റെഡിയായിട്ട് നമുക്ക് പോകണം, സ്റ്റുഡിയോയിൽ പോകണം, ബാക്കി പരിപാടികൾ. സോ ഞാനപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഞാനപ്പോൾ റെഡി ആവട്ടെ പോകാനായിട്ട്, അല്ലെങ്കിൽ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഇന്ന് ഞാൻ റെഡി ആവുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റെഡി ആവണം. അപ്പം ഞാൻ ഇതാണ് ഇടുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ എല്ലാ സാധനങ്ങളും ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് വേണം. അപ്പോൾ ഞാൻ റെഡിയായി. നമുക്കിനി അപ്പോൾ ഇറങ്ങാം, സ്റ്റുഡിയോയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എന്തെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ ഞാനൊന്ന് ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ഓടിപ്പോയെന്ന ദുബായ് ഫ്രെയിമൊക്കെ കണ്ടിട്ട് വരാം. സോ ഇന്നും ഭയങ്കര കാറ്റ്. ഞാനപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തു. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്ത് പിക്കപ്പ് ലൊക്കേഷനിലോട്ട് നടക്കുവാണ്.
സോ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. 52.5 AED ആണ്, ദിറംസാണ്. അവിടെ നിന്ന് പിന്നെ എൻട്രി കയറി ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. പിന്നെ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് എൻട്രൻസ് ആണ്. അവിടെ വലിയൊരു ക്യൂ ഉണ്ട്. ഇനി ആ ക്യൂ പോയി നിന്ന് ഇനിയിപ്പോൾ കയറുമെന്നറിയില്ല. അവർ ഒരു അപ്രോക്സിമേറ്റ്ലി ക്യൂ ടൈം 60 minutes ആണ് കൊടുത്തേക്കുന്നത്. അവിടെ നിങ്ങൾ കാണാമോ ആൾക്കാരുടെ കാലിറങ്ങണത്? ഇനിയും ക്യൂ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫൈനലി അകത്ത് കയറി. ഇനിയും പിന്നെയും ക്യൂ ഉണ്ട്, അത്രയും ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. ഈ സംഭവം കണ്ടോ? ഇറ്റ്സ് മൂവിങ്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇനി നോക്കാം. ഫൈനലി ഉള്ളിൽ കയറി. ഇവിടെ കുറേ കാര്യങ്ങൾ, ദുബായിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പറയുന്നത് വെച്ച് 1960-ലാണ് ദുബായ് എയർപോർട്ട് ഓപ്പൺ ആയത്. നമുക്കിതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ, അവരുടെ ഹിസ്റ്ററി, ലൈക്ക് ദുബായ് ഹിസ്റ്ററി, ദുബായ് എന്നല്ല ഈ ഹിസ്റ്ററി, അവരുടെ കൾച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് അവരിത് പണിതേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. The president is 48 floors and 150 meters high. You can walk in the class, but please learning, jumping, sitting and നമുക്കിവിടെ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ നടക്കാം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഗ്ലാസ്സിൽ നിന്നുള്ള വ്യൂ കാണാം ഫസ്റ്റ്.
ഇതാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ നേരത്തെ പുറത്ത് നിന്ന് കണ്ട സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ ഇവിടെയാണ് ക്യൂ ഒക്കെ നിന്നത്. എനിക്കറിയില്ല നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്നത് കടലാണ്. എനിക്കിവിടെ നിന്ന് ക്ലിയർ ആയിട്ട് വിഷ്വൽ ഉണ്ട്, കണ്ടോ? അപ്പുറത്തോട്ട് കടലാണ് കേട്ടോ, ആ ബ്ലൂ കളറിൽ കാണുന്നത്. കുറച്ചധികം ഷോപ്പിംഗ് സ്പോട്ടുകളുണ്ട്. നമ്മളപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ വെച്ച് റാമ്പ് ചെയ്യണ ഒരു ഫോട്ടോ വീഡിയോ വേണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇനി ഹീൽസൊക്കെ ഇട്ട് കയറി കഴിഞ്ഞ് ഇടിച്ചൊളിഞ്ഞ് വീണാലോ ഗ്ലാസ് എല്ലാം കൂടെ. സോ അവരപ്പോൾ ആക്ച്വലി നമ്മളോട് പറയുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ ഓടുവോ ഗ്ലാസ്സിൽ കൂടെ നടക്കാം, പക്ഷെ ഓടുവോ ചാടുവോ ചവിട്ടോ ഇടിക്കുകയോ അങ്ങനെ ലൈക്ക് കാലുകൊണ്ട് മുറുക്ക ചവിട്ടോ ഒന്നും ചെയ്യരുത്. നടക്കേണ്ടവർക്ക് നടക്കാം, എത്ര പേർക്ക് വേണമെങ്കിലും ഒരു ടൈപ്പിൽ നടന്നോളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നടക്കുക. എനിക്ക് ആദ്യമൊക്കെ കാലെടുത്തിങ്ങനെ വയ്ക്കുമ്പോൾ പേടിയായിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് 3-4 പ്രാവശ്യം ഞാൻ നടന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഓക്കെ ആയി. എന്നാലും സ്റ്റിൽ ആ ലൈറ്റ് ഇങ്ങനെ വിസിബിലിറ്റി ഉള്ളോടത്തു കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ സെൻസറാണെന്ന് തോന്നുന്നു, ആളില്ലാത്ത സമയത്ത് വിസിബിലിറ്റി ഇല്ല. സോ അപ്പോൾ നമ്മൾ കാൽ ചവിട്ടുമ്പോഴാണ് അവിടെ ഇത് വിസിബിലിറ്റി ആവുന്നത്. സോ പെട്ടെന്ന് നമ്മൾ വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് വിസിബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചേഞ്ച്, പെട്ടെന്ന് അവരുടെ ആ ഫ്രെയിം ഫ്രീ ആകുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ വരണം. കുഴപ്പമില്ല, നല്ല രസമുണ്ട് നടക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് എത്രാമത്തെ ഫ്ലോർ ആയിരിക്കും, എത്ര ഹൈറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് കുറച്ചവിടെ ചുറ്റിക്കറങ്ങി കാണാനുണ്ട് താഴെ. ഇപ്പം എന്താ പറയുക, ദുബായിയുടെ അല്ലെങ്കിൽ UAEയുടെ അവരുടെ ഹിസ്റ്ററി, കൾച്ചർ, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ എന്താ റൂളോസ്, പിന്നെ അവരുടെ സ്പൈസസ്, അതറിഞ്ഞ് കൾച്ചർ, അവരുടെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിക്ചറൈസ്ഡ് ആയിട്ട് വീഡിയോ ആയിട്ടൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. എനിക്ക് നോർമലി അത്രത്തെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷേ അവിടുത്തെ സ്മെല്ല് നല്ലതാണ്. ഫുൾ ബിൽഡിങ് ഫുള്ള് നല്ല സ്മെല്ലുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങ് പോന്നിട്ട് ഒരു ലിഫ്റ്റ് കയറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ലിഫ്റ്റ് കയറി നമ്മൾ നേരത്തെ താഴേന്ന് മുകളിൽ വരെ കണ്ട ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടേക്ക് ഇനി ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാം. തിരിച്ചിനി എനിക്ക് സ്റ്റുഡിയോയിലോട്ട് പോകണം, പിന്നെയും വർക്ക്. അപ്പോൾ ഞാനപ്പോൾ ഇവിടേക്ക് ഒന്ന് കാണട്ടെ, കണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാം. കുറച്ചെന്തോ വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട് അങ്ങ് ദൂരെ. ബുർജ് ഖലീഫ കാണാവോ നിങ്ങൾക്ക്? നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്നിട്ട് ഞാൻ നേരെ പിടിക്കുമ്പോൾ എൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ നടന്ന് ഞാൻ ലിഫ്റ്റിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റ് എടുക്കണം, താഴെ പോകണം. ഇനി ഇതുപോലെ കയറിയപ്പോൾ ഉള്ള പോലെ എന്തെങ്കിലും കാണാനായിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ കണ്ടിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റുഡിയോയിലോട്ട് പോകാം. നമ്മൾ തിരിച്ച് പിന്നോട് വന്നേക്കണം. ഫ്യൂച്ചർ ദുബായ്. ഇത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയായിരുന്നു. കാരണം ദുബായ് ഇൻ 2050 എന്ന് പറഞ്ഞിട്ടൊരു തീമിൽ അവർ ചെയ്തേക്കുന്നൊരു കാര്യമാണ്. ഭയങ്കര രസമായിട്ടത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ടെക്നോളജീസും ഇന്നോവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു 5 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ്സിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ദുബായ് 2050 എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോ കണ്ടോളൂ.
നമ്മൾ ഫ്യൂച്ചർ ദുബായ് കണ്ട് പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ പൊന്നെ സീൻ ഒന്നും പറയാനില്ല. ഏലിയൻ ഇൻവേഷനോ അതോ വക്കാണ്ട ഫോറോറോ? ഇവരെന്താണ് ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ അമേസിങ്. ബൈ. ഇവിടെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം അതിൻ്റെ മണ്ടയ്ക്ക് കൂടിയാണ് നടന്നത്. ഇത് കണ്ടോ ഈ സ്പോട്ടുകൾ, ഈ സ്പോട്ടുകൾ കണ്ടോ? അതുകൂടി കൂടിയാണ് നമ്മൾ പിന്നാമനിങ്ങനെ പോലെ നടന്നുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. വെയിൽ ചെയ്ത് തുടങ്ങി പുറത്തിറങ്ങിയപ്പോൾ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മെയിനായിട്ട് ഞാൻ ആ ഫ്യൂച്ചർ 2050 ദുബായ് 2050 എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് നല്ല രീതിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് എന്തുതരം ഫീലിംഗ് ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ അടിപൊളിയായിരുന്നു അത്. ഭയങ്കര കാറ്റ്. ഓക്കെ, സോ ആ സൈഡിൽ നിന്നാണ് കാറ്റ് വരണേ. തിരിഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒരാഴ്ചയെങ്കിലും ഇതിൻ്റെ മണ്ടയ്ക്ക് വരണം. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ലിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നൊരു സാധനമാണ് ഫ്യൂച്ചർ മ്യൂസിയം. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെയാണ് അവർ കാണിക്കുന്നതെങ്കിൽ, അതായത് ദുബായ് ഇൻ 2050 എന്നുള്ള കാര്യത്തിൽ ഇത്രയൊക്കെയാണ് അവർ കാണിക്കുന്നതെങ്കിൽ, ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരവിടെ വച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട്. പക്ഷെ ടൈമില്ല എനിക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിൽ നമുക്ക് മ്യൂസിയം അല്ല, കൈൻഡ് ഓഫ് സയൻസ് സെൻ്ററോ സംതിങ്, എനിക്കറിയില്ല കറക്റ്റ് പേര്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ബുക്കിംഗ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ലിമിറ്റഡ് സ്ലോട്ട്സ് എന്തോ ഉള്ളൂ. ഞാനപ്പോൾ നോക്കിയപ്പോൾ അവൈലബിൾ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നാളെ രാത്രി പോവില്ലേ, എനിക്കറിയില്ല ഇനിയിപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമോയെന്ന്. എന്തായാലും ഈ സാധനം അടിപൊളി. നമുക്കപ്പോൾ എന്തായാലും ട്രൈപോഡൊക്കെ മേടിച്ച സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. സോ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി കുറച്ചും കൂടെ റീൽസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വീഡിയോസ് എടുക്കണം. ഫോട്ടോസ് എടുത്തു. ഐ എം സാറ്റിസ്ഫൈഡ്. പിന്നെ ഞാൻ 2-3 ഷോർട്സ് അവിടെ വീഡിയോ എടുത്തു. ആകെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1x-ലോ 2x-ലോ ഇടുമ്പോൾ കുഴപ്പമില്ല. 5x-ലിട്ട് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് സ്പോട്ടിലാണോ നിൽക്കണേ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ കുറേ ടൈം റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കുഴപ്പമില്ല. ഇനി ഞാൻ അടുത്തൊരു ലൊക്കേഷൻ 2-3 ഷോട്ട് എടുത്തു. ഇനി ഒരു ഷോട്ടും കൂടെ മതിയാവും. ആ ഒരു ഷോട്ടും കൂടെ എടുക്കാനുള്ള ഞാനൊരു ലൊക്കേഷൻ തേടി നടക്കുവാണ്. ഇവിടേക്കൊന്നുമില്ല, ഒരു എക്സിറ്റാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വന്ന വഴി അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം എന്തെങ്കിലും കിട്ടുമോയെന്ന്. നല്ല കാറ്റ്. ഒരു പ്രാവശ്യം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ട്രൈപോഡൊക്കെ താഴെ വീണു. ഞാൻ നോക്കിയപ്പോൾ താഴെ എടുക്കണം. ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു. ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറ്റും. പക്ഷേ എന്തോ ദൈവഭാഗ്യം, ക്യാമറയ്ക്ക് ഒന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര കാറ്റ് വരുമ്പോൾ, കാറ്റില്ലാത്ത ഇപ്പോൾ ഒരു 10 സെക്കൻഡിൽ 2 സെക്കൻഡൊക്കെ കാറ്റില്ലാത്ത സമയം കിട്ടുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് താഴെ വീഴുമോ, പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണം, താഴെ വീഴുമോ എന്നുള്ള ടെൻഷനുമാണ്. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ പോയി ഇരുന്ന് വീഡിയോ എടുക്കാം. ഫോട്ടോ മതി, ഫോട്ടോ കിട്ടി. നമുക്കവിടെ തണലുള്ള ഏതെങ്കിലും സ്ഥലം നോക്കണം. പിന്നെ ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ ഉണ്ട്.
എൻട്രി ഇല്ല, ഒരു വഴിയും കാണുന്നില്ല പുറത്തോട്ട് പോകാനായിട്ട്. ഇവിടുത്തെ നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കാണാം. വൈനോട്ട്. എന്നിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും തണലുണ്ടോ എന്ന് നോക്കാം. തണലത്ത് പോയിട്ടിരിക്കാം. ഇത്ര നേരം വെയിലത്തു നിന്നാണ് കലാപരിപാടികളുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മരങ്ങൾ കാണാനായിട്ട്. ഇത് വല്ല ഇതിൻ്റെ അകത്തൊക്കെ എന്ത് വീഡിയോ ഞാൻ എടുക്കാനാ? അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പറഞ്ഞൊരു വീഡിയോ. പക്ഷെ അവിടെ നിന്നാണ് സൂര്യൻ അടിക്കണേ, ക്ലിയർ ആവില്ല. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുക്കാം. നമുക്ക് ആക്ച്വലി ഇവിടെ 2-3 എക്സിറ്റുകളുണ്ട്. ഞാനിപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഏതോ ഒരു എക്സിറ്റ് കൂടി ഇറങ്ങുവാണ്. ഇത് എക്സിറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തോ ഒരു പാർക്കാണ്. നോക്കാം ഇവിടെ ആരാ കിടന്ന് ഉറങ്ങുന്നേ നോക്ക്. ചിച്ചിരു ചിച്ചിരു എടാ നോക്കണേ, കണ്ട പൂച്ചേ. നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഇങ്ങോട്ട് എൻട്രി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് പാർക്കാണ്. പാർക്ക് ഇൻ ദ സെൻസ് കളിക്കാൻ സാധനങ്ങളുള്ള പാർക്കല്ല, പിന്നെ ഫുൾ ഗാർഡനും പരിപാടികളൊക്കെ ആയിട്ട്. നമുക്കിനി ഇവിടെ ഒരു പവലിയൻ എന്നല്ലേ പറയുന്നേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ പറ്റിയൊരു സ്ഥലം. അവിടെ എന്തോ പ്രോഗ്രാം നടക്കാനായിട്ട് ഉണ്ടെന്ന് തോന്നണു. അവിടെ സ്റ്റേജും പരിപാടികളും. റാമ്പ് ഷോ ആണോ, ഫാഷൻ ഷോ ആണോ? ബിക്കോസ് റാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, കുറച്ച് വരുന്ന രീതിയിൽ റാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എൻ്റെ മുകളിലായിരുന്നു നമ്മൾ, അതിൻ്റെ മുകളിലായിരുന്നു. ഫാഷൻ ഷോ അല്ല, ഐ തിങ്ക് സം കൈൻഡ് ഓഫ് പെജൻ്റ് ആണ് നടക്കുന്നതെന്ന്. ബിക്കോസ് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മേ ബി ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കാൻ ചാൻസ് ഇല്ല, മേ ബി ഫോർ ദ ജഡ്ജസ് ആയിരിക്കണം. ഇവിടെ റാമ്പ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി പെജൻ്റ് ഷോ ഓർ സംതിങ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം. ബിക്കോസ് ഞാൻ കുറച്ച് ടൈം ബ്രേക്ക് എടുത്തിട്ടാണ് ഓഫീസിൽ നിന്നല്ല സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇതൊന്ന് പോണേക്കാൻ മുന്നേ ഇതും കൂടെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട്. സോ അപ്പോൾ എനിക്ക് തിരിച്ചെത്തേണ്ട സമയമായി. ഇതിൽ കൂടുതൽ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വർക്ക് നടക്കുമല്ലേ. പിന്നെ എനിക്ക് തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് പോകണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം. നല്ല മണമുണ്ട്. താഴേക്ക് പൂ വീണെടുക്കുവാണേ, കണ്ടോ? ഇതെന്തോ മുല്ലപ്പൂവിൻ്റെ പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു. കാരണം മുല്ലപ്പൂവിൻ്റെ പോലത്തെ സ്മെല്ലല്ല, എന്നാൽ സിമിലർ ആയിട്ടുള്ളൊരു സ്മെല്ല്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ കൂടെ ജാതിയുടെ പൂവില്ലേ, ജാതിക്കയുടെ പൂവ്, അതും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്മെല്ല് വരും, ആ സ്മെല്ലാണ് ഇതിന്. എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്മെല്ല്. എനിക്ക് നോർമലി അങ്ങനെ സ്മെല്ലുകളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തലവേദന വരുന്ന ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടപ്പെടാറില്ല. എനിക്ക് ജാതിക്കയുടെ മണമൊക്കെ ഇഷ്ടം, പക്ഷെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് മുല്ലപ്പൂ വെച്ചത് എൻ്റെ കല്യാണത്തിനാണ്. അതിന് മുന്നേ, കല്യാണത്തിൻ്റെ വീട് 1 വർഷം മുന്നേ, അതിന് മുന്നേ എപ്പോഴാണ് ഞാൻ തലയിൽ മുല്ലപ്പൂ വച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് വർഷങ്ങൾക്ക് മുന്നെയാണ്
സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും, കോളേജും അല്ല സ്കൂളിൽ മേ ബി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും. അതും വല്ല 6th or 7th ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും അതെ, ചേച്ചിക്കും അതെ മൈഗ്രെയിൻ്റെ പ്രശ്നം. അമ്മയ്ക്കും ഉണ്ട്, പക്ഷെ അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ മണം പ്രശ്നമില്ല. എനിക്കും ചേച്ചിക്കും മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര പ്രശ്നമാണ്. ചേച്ചിയുടെ കല്യാണത്തിനാണ് മുല്ലപ്പൂ വെച്ചത്, അടിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. സോ പക്ഷേ എനിക്കപ്പോൾ നോർമലി ഇഷ്ടമല്ല. പക്ഷെ ഇതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടു. മുല്ലപ്പൂവിൻ്റെയും ജാതിയുടെയൊക്കെ പോലത്തെ ഒരു നല്ല രസമുള്ളൊരു മണം. പേടിച്ചു പോയല്ലോ ഞാൻ. എന്താണ് എൻ്റെ പുറകെ വന്നതാണോ? എന്താ പറ്റിയേ ചക്കരേ? പേടിച്ചു ഞാൻ പെട്ടെന്ന്. ഞാൻ പുറത്തേക്ക് നടക്കണ എൻ്റെ അടുക്ക് പെട്ടെന്ന് എൻ്റെ കാലിലേക്ക് വന്ന് തട്ടി തടഞ്ഞ് വീഴണു. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ഓർത്തു. ഭയങ്കരമായ കരച്ചിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത പുള്ളിയാ. അവിടെ നിന്ന് എൻ്റെ പുറകെ ചുറ്റിക്കറങ്ങി ഇവിടം വരെ വന്നിട്ടുണ്ട്. എന്താണോ പൂച്ചകളങ്ങനെ വരാത്തതല്ലേ? എന്താ കാര്യം എന്ന് പറഞ്ഞൂടാ? എന്നെ പറ്റി കരയണെങ്കിനോ ചക്കര കരയണെങ്കിനോ? എന്നെ പിടിച്ചൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് നിന്റെ ഹിസ്റ്ററിയും ലൈക്ക് നിങ്ങളുടെ ഒരു മറ്റേ പരിപാടികളൊന്നും എനിക്കറിയില്ല. എനിക്ക് പട്ടിയുടെ മാത്രമേ അറിയുള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. അവസാനം ദുബായിലൊന്നും പൂച്ച വന്നിട്ട് പോകാൻ പറ്റൂല എനിക്ക്. ഞാൻ പൊക്കോട്ടെ? എന്തെങ്കിലും ചെയ്യോ? മാന്തരുത്. സത്യമായിട്ട് എനിക്ക് പൂച്ചനെ പേടിയാ. പിടിച്ച് മാന്തോന്നുള്ളൊരു പേടിയാണ് എനിക്ക്. ഈ മാന്ത തന്നെ പൂച്ച സാറേ, എനിക്കും ഉണ്ടായിരുന്നൊരു പൂച്ച സാറ്. എനിക്ക് ഇതുപോലെ റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. എന്നാ സൂപ്പർ. 18+ കോണ്ടന്റ് ഒന്നും കാണിക്കല്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ. ബാ കടിക്കരുത് തന്നെ, എന്നെ കടിക്കരുത്. ഇത് സ്നേഹമാണ്. ഞങ്ങൾക്ക് സ്നേഹമാണ്. ഞങ്ങൾ ഉരുമണ്. മറ്റു മേത്തൊന്ന് ഉരുമണോ? ബാ എവിടെ പുച്ചുശാരി ബാ ബാ. ഉരുമി നടക്കുക. ആരും ആപ്പായത് ഡേ. പൂജക്കൊക്കെ ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന? എന്തുവാണ് ചക്കരേ? ഇപ്പുറത്ത് വരണ ബാ. ഇപ്പുറം ബാ. എടാ അത് ബാഗാടാ, അത് ബാഗാണ്. ബാ ബാ പോണാ? ഞാൻ പൊക്കട്ടെ? അത് വേണ്ട. ഞാൻ ടെറിട്ടറി മാർക്ക് ചെയ്ത് തുടങ്ങി. വന്നപ്പോഴേക്കും വേറെ പൂച്ചയായിട്ട് അടിയിടാൻ പോയപ്പോൾ ഞാൻ ചീത്ത പറയണ്. ബാ. ഇവിടെ എല്ലാവർക്കും ഇപ്പം സ്നേഹമാണോ? കണ്ടം പൂച്ചയാണല്ലോ അത്. എല്ലാവർക്കും സ്നേഹമൊന്നും തരാൻ പറ്റില്ല. ബാ. എൻ്റെ സ്നേഹം ലിമിറ്റഡാ. ഇപ്പം നോക്കിയും കോക്കോനും ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഡൈവോഴ്സ് ചെയ്തേനെ എന്നെ. നിന്നെ ഞാൻ എന്ത് വിളിക്കണം? പൂച്ച സാറെന്ന് വിളിക്കട്ടെ? പൂച്ച സാറല്ല, പൂച്ച മേഡം. ബാ. ചക്കട് പൊണ്ണ് പാടി, തക്കട് തുന്തരി പാടി. ഇന്നെ ഞാൻ പൂച്ച സാറെന്ന് വിളിക്കട്ടെ? പൂച്ച സാറല്ല, പൂച്ച മേഡം ആണല്ലോ നീ. ശുണ്ടരി, ടക്കട് ശുണ്ടരി ബാ. ഇത്ര നേരം നിനക്ക് ഇങ്ങനെയല്ലായിരുന്നല്ലോ. കുറച്ച് സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെറ്റത്തരം കാണിക്കരുത്. ചെറ്റപ്പട്ടി. പട്ടിയല്ല, പൂച്ചേ. എന്താ അഹങ്കാരം? എന്ത്? എവിടെ കറങ്ങണേ? എവിടെ എന്തോന്ന് ഞെളിവിരിയൊക്കെ കൊള്ളണേ? എന്ത്? ബാ. ഞാനിതിപ്പോൾ എങ്ങനെയൊക്കെ നിന്റെ ഇതെന്തോന്നത്? നീ പൂച്ച തന്നെ? പൂച്ചയുടെ ശരീരത്തിൽ പട്ടിയുടെ ആത്മാവാ? തൊട്ട് ഇനിയൊരു ഫുഡൊന്നുമില്ല മക്കളെ തരാനായിട്ട്. എൻ്റെ കൂടെ വരണ്ട, ഞാൻ പോണ്. നീ ഇതെങ്ങനെ ബാംഗ്ലൂർ വരെ വരുമോ? മറ്റേ ന്യൂസ് കണ്ടിട്ടല്ലേ ഇന്ത്യയിലോട്ട് വളർത്ത മൃഗങ്ങളെ കൊണ്ടാന്നുള്ള ന്യൂസ് കണ്ടിട്ടുള്ള അഹങ്കാരമല്ലേ നിനക്ക്? അങ്ങോട്ട് കൊണ്ട ചെന്നാൽ മതി. ഓമാർക്ക് ഒരു നേരത്തെ ഫുഡാണ് നീ.
ഞാനേ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ കുറച്ചു നേരം നോക്കണത്, ആളെൻ്റെ പുറകെ ഉണ്ട് നോക്കി നോക്കി. ഇപ്പം അവിടം വരെ കൊണ്ടുപോകും ഞാൻ. മ്യാവ് മ്യാവൊക്കെ ഞാൻ കേട്ടു. കൊണ്ടുപോകാൻ പറ്റില്ലടോ ചക്കരേ. നീ പാർക്കിലൊക്കെ ജീവിച്ചോ? അവിടേക്കൊന്നും വരണ്ട. ഞാൻ ദേ അപ്പോൾ റൂമിൽ വന്ന് കയറി. ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പം ഞാനൊരു കൊറിയൻ തപ്പോക്കി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുക്ക്ഡ് അല്ല, നമ്മൾ കുക്ക് ചെയ്യണം, ഇൻസ്റ്റൻറ്റ് ഫുഡാണ്. സോ ഇനി അപ്പോൾ അതൊന്ന് ഞാൻ കുക്ക് ചെയ്ത് കഴിക്കട്ടെ. കഴിച്ചിട്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, കുറച്ചധികം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വൈകിട്ടല്ല, സന്ധ്യ കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. സോ അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഈവനിങ് ആയി, കുഴപ്പമില്ല, വിശക്കുന്നു. ഇതാണ് തൊപ്പോക്കി ആൻഡ് ഇതൊരു ആപ്പിൾ ജ്യൂസാണ്. തൊപ്പോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറിയൻ ഡിഷാണ് കേട്ടോ. ഒരു റൈസ് കേക്ക് ഒക്കെ ആയിട്ട് ഞാൻ കിംച്ചി ഫ്ലേവറാണ് മേടിച്ചത്. അപ്പം ഞാൻ കഴിക്കട്ടെ. നമ്മളപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാരി ഫോറിൽ വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കുറച്ച് നേരമായി. ഞാനിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. കുറച്ച് കൊള്ളാനുണ്ട്. എന്തായാലും ചിക്കൻ ബാഗേജ് സെറ്റായി. ഇനി ക്യാബിൻ ബാഗേജിൻ്റെ കാര്യം കൂടെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറേയൊക്കെ പാക്ക് ചെയ്തു. ഇനി അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഞാനപ്പോൾ ഫേസൊക്കെ ഡബിൾ ക്ലെൻസ് ചെയ്തു. ഫുള്ള് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് സെറ്റായി. സ്കിൻ കെയർ ചെയ്യുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന്